ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എല്ലാം നമ്മൾ അറിഞ്ഞു കാണും. അപ്പോൾ ഈ ഒരു ഷോർട്സ് 3 മിനിറ്റ്സ് ദൈർഘ്യമുള്ള ഷോർട്സിൽ മറ്റു പല ഡൗട്ടുകളെല്ലാം ഇപ്പോൾ ഒരുപാട് പേർക്കുമുണ്ട്. അതായത് ഇതിൽ മ്യൂസിക് എല്ലാം എങ്ങനെയാണ് കൊടുക്കുക, അതുപോലെ നമുക്ക് കണ്ടന്റ് ഐ ഡി ക്ലെയിം എല്ലാം വന്നാൽ എങ്ങനെയാണ് ഇതെല്ലാം തന്നെ എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം പലർക്കും ഡൗട്ടെല്ലാം ഉണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരു അപ്ഡേറ്റ് എല്ലാം ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഈ അപ്ഡേറ്റ് എന്നെല്ലാം നോക്കാം. ആദ്യമായി ഇവിടെ തേർഡ് പാർട്ടി ക്ലൈംഡ് കണ്ടന്റ് ഫോർ ഷോർട്സ്, അതായത് 3 മിനിറ്റ് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഷോർട്സിൽ കണ്ടന്റ് ഐ ഡി ക്ലെയിം എല്ലാം വരികയാണെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു കണ്ടന്റ് ഐ ഡി ക്ലെയിം എല്ലാം വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഷോർട്സ് എല്ലാം തന്നെ ഗ്ലോബലി ബ്ലോക്ക് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഷോർട്സ് മറ്റാർക്കും തന്നെ കാണാൻ സാധിക്കുകയില്ല. ഇത് മൊത്തമായി ലോകത്തെവിടെയും നമുക്ക് കാണാത്ത തരത്തിൽ ഇത് ബ്ലോക്ക് ചെയ്യപ്പെടുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോ ഇത് എവിടെയും പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയൊന്നുമില്ല. ദിസ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ. അതുപോലെ ഈ ഒരു ഷോർട്സ് ഇത് മോണിറ്റൈസേഷന് വേണ്ടി എലിജിബിൾ ആയിരിക്കുകയുമില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത ഒരു കാരണം കൊണ്ടെല്ലാമാണ് കണ്ടന്റ് ഐ ഡി ക്ലെയിം എല്ലാം വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്പ്യൂട്ട് എല്ലാം തന്നെ റൈസ് ചെയ്യാം. അതായത് ഫയലെയർ ഡിസ്പ്യൂട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം തന്നെ റിസോൾവ് ആവുകയാണെങ്കിൽ, നിങ്ങളുടെ ഡിസ്പ്യൂട്ട് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷോർട്സ് വീഡിയോ ഇത് മറ്റുള്ളവർക്ക് കാണാനും അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടി എലിജിബിളുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, മ്യൂസിക്കിനെ കുറിച്ചെല്ലാം ആയിരിക്കും ഇപ്പോൾ പലർക്കുമുള്ള ഒരു കൺഫ്യൂഷൻ. വാട്ട് മ്യൂസിക് ക്യാൻ ഐ യൂസ്, അതായത് നമുക്ക് എന്ത് മ്യൂസിക്കാണ് ഇത്തരത്തിൽ ഈ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്സിനെല്ലാം കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കൊടുക്കുക, ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് നോക്കാം. സാധാരണ നമുക്ക് ഷോർട്സ് ഓഡിയോ ലൈബ്രറിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ലെങ്ത്തിലുള്ള ഇത്തരത്തിലുള്ള ഓഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഷോർട്സ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുക്കാം. ഇനി നിങ്ങൾ 3 മിനിറ്റ് ദൈർഘ്യമെല്ലാമുള്ള അല്ലെങ്കിൽ 3 മിനിറ്റിനടുത്തുള്ള ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഷോർട്സിന് നിങ്ങൾ മ്യൂസിക് എല്ലാം കൊടുക്കുന്നതിന് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് യൂസ് റോയൽറ്റി ഫ്രീ മ്യൂസിക് ഫ്രം യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എന്നതാണ്. അതായത് നമുക്ക് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മ്യൂസിക് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഷോർട്സിനെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ ഇത്തരത്തിൽ ഈ റോയൽറ്റി ഫ്രീ മ്യൂസിക്കിന് നിങ്ങൾക്ക് കണ്ടന്റ് ഐ ഡി ക്ലെയിം ഒന്നും വരികയില്ല എന്ന് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിനു ശേഷം ഓഡിയോ ലൈബ്രറി എന്നതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് സോങ്സ് എല്ലാം കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇതെല്ലാം പോയതിനു ശേഷം ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സ് വീഡിയോസിനെല്ലാം യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്